ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഈ ആഴ്ചത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ ജീവൻ ദേവമംഗലത്തെ വലിയൊരു പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. ജീവൻ വന്നു പോകുമ്പം തന്നെ നമ്മുടെ ഗോമതി ബാലനെ വിളിച്ച് കാര്യം പറയുന്നുണ്ട്. ബാലൻ ആ സമയത്ത് കടയിലാണ് കേട്ടോ. ഗോമതി അങ്ങനൊരു കാര്യം പറയുമ്പം ബാലനും ഒരുപാട് സന്തോഷം തോന്നുവാണ്. നീ പറയുന്നത് സത്യമാണോ ഗോമതി എന്ന് ചോദിക്കുക. അതേ ബാലേട്ട, എത്ര നല്ല പയ്യനാ ജീവൻ. ആ കുട്ടി ആ കാശ് വേണ്ടെന്ന് പറഞ്ഞു. കേസിൻ്റെ പിന്നാലെ ഒന്നും പോകാൻ താല്പര്യമില്ലെന്നും പറഞ്ഞു. ജലജ അവർക്ക് നമ്മളോടുണ്ടായ ദേഷ്യം കൊണ്ടാ പെട്ടെന്ന് അങ്ങനൊരു തീരുമാനം എടുത്തതെന്നും അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് കണ്ണ് നിറഞ്ഞു പോയി. നമ്മുടെ മോൾക്ക് വിധിയില്ല, അത്ര തന്നെ എന്ന് പറഞ്ഞാൽ മതി. അപ്പം പെട്ടെന്ന് ബാലൻ പറയും, ആ പയ്യനും വീട്ടുകാരും നല്ലവരായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിച്ചു. മറ്റു വല്ലവരുമാണെങ്കിൽ ഉറപ്പായിട്ടും ആ കാശ് എങ്ങനെയെങ്കിലും മേടിച്ചെടുത്തേനെ. അതെങ്ങനെയാ, നല്ലതൊന്നും നമ്മുടെ മക്കളുടെ തലയിൽ വിധിച്ചിട്ടില്ല, അത്ര തന്നെ എന്ന് പറഞ്ഞിട്ട് ബാലൻ ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. സമയം നമ്മുടെ ധർമ്മനാണെങ്കിൽ എങ്ങനെ കാശുണ്ടാക്കും എന്നുള്ള തന്ത്രപ്പാടിലാണ്. 25,000 രൂപയുടെ വാച്ച് തന്നെ വേണമെന്ന് വാശി പിടിച്ച് ഇരിക്കുകയാണല്ലോ സുകന്യ. ഇന്ന് താനത് കൊണ്ടേ കൊടുത്തില്ലെങ്കിൽ ഉറപ്പായിട്ടും നാളെ മുതൽ ഗോമതി സ്റ്റോറിലേക്ക് അവളൊരു വരവ് വരും. അവളവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെ സമാധാനം കളയുകയും ചെയ്യും. എന്ത് ചെയ്യുമെന്നറിയാതെ നമ്മുടെ ധർമ്മനാണെ ആകെ കഷ്ടപ്പെടുകയാണ് കേട്ടോ. പക്ഷെ തൻ്റെ കയ്യിൽ അത്രയും കാശുമില്ല. അവസാനം കടമൊക്കെ മേടിച്ചിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും വാച്ച് മേടിച്ച് കൊടുക്കണമെന്ന് തന്നെ ധർമ്മൻ തീരുമാനിക്കാം. അപ്പം കടയിലിരുന്ന് കഴിഞ്ഞാൽ ഒരു കാര്യവും നടക്കില്ല എന്നതുകൊണ്ട് തന്നെ ധർമ്മനാണെങ്കിൽ ബാലനോട് പറയും, അളിയ എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്തു പോകേണ്ടതുണ്ട്, ഞാനിന്ന് പുറത്തു പോയിട്ട് വരാം എന്ന് പറയാണ്. അപ്പം ബാലൻ പിന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും തിരക്കാൻ നിൽക്കുന്നുമില്ല. ധർമ്മം പുറത്തേക്ക് ഇങ്ങ് പോവാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ ഉദയഭാനു ഉണ്ടല്ലോ, എങ്ങനെയെങ്കിലും കുറച്ച് കാശും കൂടി ഗോമതി സ്റ്റോറിലേക്ക് അടിച്ചു മാറ്റണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടെ ഗോമതി സ്റ്റോറിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ ദേവിയെ കാണണം എന്ന വ്യാജേനയാണ് അവിടേക്ക് വരുന്നത്. ഈ ഒരു കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു വീഡിയോ ഞാൻ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നേ. അത് കാണാത്തവർക്ക് വേണ്ടിയും പിന്നെ എല്ലാ കാര്യങ്ങളും അതിൽ പറഞ്ഞിരുന്നില്ല, അതുകൊണ്ട് കൂടിയാണ് കേട്ടോ ഒരു വീഡിയോ കൂടി ചെയ്യുന്നത്. അങ്ങനെ ഉദയഭാനു കടയിലേക്ക് കയറി വരികയാണ്. ഉദയഭാനുവിനെ കാണുമ്പം ചായ മേടിക്കണം എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലൻ പുറത്തേക്ക് പോവാം. ഉദയഭാനുവിനെ സൽക്കരിക്കണമല്ലോ. അപ്പോൾ ദേവി ചോദിക്കും, അച്ഛൻ എന്തിനാ വീണ്ടും ഇങ്ങോട്ട് വന്നത്? എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ആനന്ദേട്ടൻ അച്ഛനെ വീണ്ടും വിളിച്ചു കാണും അല്ലേ? അച്ഛൻ പറഞ്ഞാലോ ആനന്ദേട്ടൻ പറഞ്ഞാലോ ഒന്നും ഞാൻ ഈ കടയിലേക്കുള്ള വരവ് നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയാം. എൻ്റെ പൊന്നു ദേവി മോളെ, നീ ഇതെന്തു ഭാവിച്ചാ? ആനന്ദിനെ വെറുപ്പിക്കുന്നത് നമുക്കൊട്ടും നല്ലതല്ല എന്ന് നിനക്കറിയില്ലേ? അവന് ദേഷ്യം വന്ന് എല്ലാ കാര്യങ്ങളും അവൻ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ ദേവമംഗലത്തെ താമസം അവസാനിക്കും. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്ന് പറയാം. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ആ കല്യാണം നടത്തി വിട്ടത്. ആ ബന്ധം അങ്ങനെ ഒഴിയാൻ പറ്റുമോ എന്ന് ചോദിക്കുക. എന്തൊക്കെ അച്ഛൻ പറഞ്ഞാലും ഞാനിപ്പോൾ കടയിലേക്ക് വരും. എന്നെ ഈ കടയിൽ ബാലച്ചൻ അത്യാവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് മാറാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുകയാണേ. അപ്പം നമ്മുടെ ഉദയഭാനുവിൻ്റെ ലക്ഷ്യം ദേവിയെ അനുനയിപ്പിക്കണം എന്നുള്ളതൊന്നും അല്ല. എങ്ങനെയെങ്കിലും കുറച്ച് കാശടിച്ചു മാറ്റണം. ഇത്തവണ കുറച്ച് അധികം തുക തന്നെ എടുക്കണം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം ആദ്യം താൻ എടുത്ത കാശിൻ്റെ കണക്ക് ആരും ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല. അതിനർത്ഥം ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് തന്നെയാണ് ഉദയഭാനു വിശ്വസിക്കുന്നത് കേട്ടോ. അപ്പം ദേവിയാണെങ്കിൽ പതിയെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്ന സമയം നോക്കി നമ്മുടെ ഉദയഭാനു ട്രോ തുറന്ന് അതിൽ കിടക്കുന്ന വലിയൊരു എമൗണ്ട് തന്നെ അടിച്ചു മാറ്റുകയാണ്. അപ്പം ദേവിയുടെ ശ്രദ്ധയിൽ ഇത് പെടുന്നുമില്ല. സ്വന്തം അച്ഛനായതുകൊണ്ട് തന്നെ ദേവി അത്രയ്ക്ക് അങ്ങോട്ട് കടന്ന് ചിന്തിക്കുന്നുമില്ല കേട്ടോ. അച്ഛൻ തന്നെ ചതിച്ചുകൊണ്ട് കാശടിച്ചു മാറ്റുമെന്നൊന്നും ദേവി ചിന്തിക്കുന്നേ ഇല്ല. എത്രയൊക്കെ പറഞ്ഞാലും തൻ്റെ അച്ഛനാണല്ലോ എന്നൊരു ചിന്തയാണ് ദേവിയുടെ മനസ്സിലുള്ളത്. പെട്ടെന്ന് തൻ്റെ ഉദ്യമം നടന്ന സന്തോഷത്തിൽ ബാലൻ വരുന്നതിന് മുന്നേ എങ്ങനെയെങ്കിലും പോകാനായിട്ട് ഉദയഭാനു ദേവിയോട് പറയും, എന്നാൽ പിന്നെ മോളെ അച്ഛൻ ഇറങ്ങുക, നിന്നെ കണ്ട് ഒരിക്കൽ കൂടി സംസാരിച്ച് കളയാമെന്ന് കരുതിയ ഞാൻ വന്നത് എന്ന് പറയാം. അച്ഛനിപ്പോൾ ബോധ്യപ്പെട്ടല്ലോ, അച്ഛൻ എത്ര തവണ വന്ന് എന്നോട് സംസാരിച്ചിട്ടും ഒരു കാര്യമില്ലെന്ന്. ഇനി ഇക്കാര്യം പറഞ്ഞുകൊണ്ട് ഈ ഗോമതി സ്റ്റോറിലേക്ക് വരണ്ട എന്ന് പറയാൻ കേട്ടോ. എന്നാൽ ശരി, ഞാൻ ഇറങ്ങിയേക്കുക. അതിന് ബാലച്ചൻ ചായ മേടിക്കാൻ പോയതല്ലേ, അത് കുടിച്ചിട്ട് പോയാൽ മതി എന്ന് പറയാം. ഓ വേണ്ട, ബാലനെ എന്തിനാ വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? മോളെ വിളിച്ച് ബാലനോട് പറഞ്ഞാൽ മതി എന്നും പറഞ്ഞ് നൈസായിട്ട് ഉദയഭാനു അവിടെ നിന്ന് ഇങ്ങോട്ട് പോവുകയാണ് കേട്ടോ. ബാലനോട് ചായ വേണ്ട എന്ന് ദേവി വിളിച്ച് പറയുന്നുമുണ്ട്. അപ്പം ബാലൻ തിരിച്ചങ്ങോട്ട് കയറി വരിക. അതെന്ത് പോക്കാ പോയത് ഉദയഭാനു സാറ് എന്ന് ചോദിക്കുക. അത് കേൾക്കുമ്പം ദേവി പറയും, അത് പിന്നെ അച്ഛന് പെട്ടെന്നൊരു തിരക്ക് വന്നു ബാലച്ച, അതുകൊണ്ടാ എന്നോട് വേഗം പോകുക, ബാലനോട് പറഞ്ഞാൽ മതി എന്നും പറഞ്ഞിട്ട് ഇറങ്ങിയത് എന്ന് പറയാം. ഓ അത് ശരിയാ, ഉദയഭാനു സാറ് നമ്മളെപ്പോലെ ഒരാളല്ലല്ലോ, ഒരുപാട് ബിസിനസ്സൊക്കെ ഉള്ള ആളല്ലേ, എപ്പോഴാ തിരക്ക് വരിക എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്ന് പറയാം. അത് കേൾക്കുമ്പോൾ ദേവി ചിരിച്ചുകൊണ്ട് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ.
അങ്ങനെ ദേവിയും ബാലനും കൂടി കടയിലെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. അല്ല, മാമൻ ഇതുവരെ വന്നില്ലല്ലോ ബാലച്ച എന്ന് ദേവി ചോദിക്കും. അവനെന്തോ അത്യാവശ്യം ഉണ്ടെന്നല്ലേ പറഞ്ഞത്, പതിയെ വരട്ടെ, ഇപ്പോൾ ദേവിമോൾ ഇവിടെ ഉള്ളതുകൊണ്ട് എനിക്ക് ടെൻഷനില്ല കടയെപ്പറ്റി ഓർത്തിട്ട് എന്ന് പറയുകയാണേ. പെട്ടെന്ന് ബാലനാണെങ്കിൽ ഡ്രോ ഇങ്ങനെ തുറക്കുക. അപ്പോഴാണ് അതിൽ പൈസയുടെ കുറവുള്ളതുപോലെ ബാലൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പോൾ ബാലൻ പൈസ ഇങ്ങനെ കാണുന്ന ദേവി അടുത്തേക്ക് ചെല്ലുക. എന്താ ബാലച്ച, എന്താ ഈ നോക്കുന്നത് എന്ന് ചോദിക്കുക. അല്ല മോളെ, ഇന്നത്തെ വരവ് ചെലവ് കണക്കുകളൊക്കെ മോളെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാം. എഴുതിയിട്ടുണ്ടല്ലോ എന്ന് പറയാണ്. അപ്പം അവർ രണ്ടുപേരും കൂടി ഇന്ന് നടന്ന കച്ചവടത്തെ പറ്റി നോക്കുവാണ്. പക്ഷേ അതിനനുസരിച്ചുള്ള തുകയൊട്ട് കാണാനുമില്ല. ഇതിൽ ഒരുപാട് പൈസയുടെ കുറവുണ്ടല്ലോ എന്നും ബാലൻ പറയാം. അപ്പോൾ ദേവി ഓടി വന്ന് പൈസയെല്ലാം എണ്ണി നോക്കുക. ഇതെന്താ ബാലിച്ച സംഭവിച്ചത്, നമ്മൾ കാശ് മേടിച്ചില്ലായിരുന്നോ? പൈസ ഒക്കെ ഞാൻ കൃത്യമായിട്ട് മേടിക്കുന്നുണ്ടായിരുന്നല്ലോ, ഞാൻ ഇടയ്ക്ക് വന്ന് നോക്കിയതാണല്ലോ എന്ന് ദേവി ഇങ്ങനെ സ്വയം പറയാണ്. അപ്പോൾ ബാലനാണെങ്കിൽ തലയ്ക്ക് കൈയും കൊടുത്തിരിക്കുക. ഈ കടയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം നടക്കുന്നത്. പൈസ പിന്നെ എവിടെ പോയി എന്ന് ചിന്തിച്ച് രണ്ടുപേരും കൂടി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ വൈകുന്നേരം അവർ രണ്ടുപേരും വളരെ ദുഃഖത്തോടു കൂടി തന്നെയാണ് ഗോമതി സ്റ്റോറിൽ നിന്നും വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. അപ്പം എല്ലാവരും വീട്ടിൽ തന്നെയുണ്ട്. അപ്പോൾ ബാലൻ്റെ ഭയങ്കര ദേഷ്യത്തോടെയുള്ള മുഖഭാവം കാണുമ്പം ഗോമതി അടുത്തേക്ക് ചെല്ലുക. എന്താ ബാലേട്ടാ, എന്തു പറ്റിയെന്ന് ചോദിക്കാം. ഗോമതി, നമ്മുടെ കടയിൽ ഇന്നൊരു സംഭവം നടന്നു എന്ന് പറയാം. എന്ത് സംഭവം? നമ്മുടെ കടയിൽ നിന്ന് വലിയൊരു തുക തന്നെ കാണാതെ പോയിട്ടുണ്ട്. ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടാണ് നടക്കുന്നത് എന്ന് പറയണേ. അത് കേൾക്കുമ്പോൾ ഗോമതി പറയും, കടയിൽ നിന്ന് പൈസ കാണാതെ പോവുകയോ? അതെന്താ ഈ പറയുന്നത്? അല്ല, അതിന് ബാലേട്ടനും ധർമ്മനും ദേവിയൊക്കെ അവിടെ ഉണ്ടായിരുന്നില്ലേ, പിന്നെ നിങ്ങളുടെ മുന്നിൽ കൂടെ എങ്ങനെ കാശ് പോവുക എന്ന് ചോദിക്കാം. അപ്പം ദേവി പറയും, അറിയില്ല അമ്മേ, എങ്ങനെ കാശ് പോയതെന്ന് മനസ്സിലാകുന്നില്ല. വരവ് ചെലവ് കണക്കുകളെല്ലാം കറക്റ്റായിട്ട് ഞാൻ എഴുതി വെച്ചിരുന്നതാ, പക്ഷേ വരവിനൊത്തുള്ള തുക കാണാൻ സാധിച്ചില്ല എന്ന് പറയാണ്. എന്താ ഉണ്ടായത്? അല്ല, ധർമ്മൻ എവിടെ എന്ന് ചോദിക്കാം. ധർമ്മൻ എന്തോ ആവശ്യമുണ്ടെന്നും പറഞ്ഞ് ഇടയ്ക്ക് ഇറങ്ങിപ്പോയതാ, പിന്നെ ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയണേ. പെട്ടെന്നാണ് നമ്മുടെ ധർമ്മൻ വീട്ടിലേക്ക് കയറി വരുന്നത്. അപ്പോൾ ധർമ്മനെ കാണുമ്പോൾ തന്നെ സുകന്യ ഓടിച്ചെല്ല. ധർമ്മേട്ട, ഞാൻ പറഞ്ഞ സാധനം മേടിച്ചോ എന്ന് ചോദിക്കാം. എൻ്റെ പൊന്നു സുകന്യെ, നീ ഒന്ന് അടങ്ങ്. അപ്പം പെട്ടെന്ന് മീനും മിത്രയൊക്കെ ചോദിക്കും, എന്താ മാമ, സുകന്യ ചേച്ചി എന്ത് കാര്യമാണ് ഇത്ര കാര്യമായിട്ട് പറഞ്ഞത് എന്ന് ചോദിക്കാം. എൻ്റെ പൊന്നു മക്കളെ, ഇവക്കൊരു വാച്ച് വേണമെന്നും പറഞ്ഞ് എന്നെ ശല്യപ്പെടുത്തുമായിരുന്നു. ഇന്ന് ഞാനത് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ആഹാ, വാച്ചാണോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പം പെട്ടെന്ന് ധർമ്മനാണെങ്കിൽ താൻ മേടിച്ചുകൊണ്ട് വന്ന വാച്ച് സുകന്യയുടെ കയ്യിലേക്ക് കൊടുക്കുക. നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുക. പിന്നെ നന്നായിട്ടുണ്ട് ധർമ്മേട്ട. അല്ല, ഇതിന് ഒരുപാട് പൈസ ആയിട്ടുണ്ടാവില്ലേ എന്ന് ചോദിക്കുക. പിന്നല്ലാതെ 10-20,000 രൂപയായി ഈ വാച്ചിനെന്ന് പറയാം. അത് കേൾക്കുന്ന ബാലന് പെട്ടെന്ന് ധർമ്മന് സംശയം തോന്നുക. 10-20,000 രൂപയുടെ വാച്ചോ? ഇത്രയും വലിയ തുകയ്ക്ക് വാച്ചൊക്കെ മേടിക്കാൻ നിന്റെ കൈ പൈസ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാം. അപ്പം ദേവിയാണെങ്കിൽ ഇതെല്ലാം കൈവിട്ടു പോവാണോ എന്നുള്ള രീതിയിൽ പേടിച്ച് അവിടെ നിൽക്കുകയാണേ. അല്ല, അളിയനെന്താ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുക. അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ഗോമതിയാണെങ്കിൽ ബാലേട്ട എന്താ ഈ പറയുന്നത് എന്ന് ചോദിക്കുക. അല്ല, ഇന്ന് കടയിലൊരു സംഭവം ഉണ്ടായി. കടയിൽ വന്നിരിക്കുന്ന പകുതി പൈസയും കാണാനില്ല. വലിയൊരു തുക, ഏകദേശം 10-20,000 രൂപയോളം കടയിൽ നിന്ന് പോയിട്ടുണ്ട്. അതെവിടെ പോയെന്ന് ഞാനും ദേവിമോളും എത്ര ആലോചിച്ചിട്ടും മനസ്സിലാക്കുന്നില്ല എന്ന് പറയാം. അത് കേൾക്കുന്ന ധർമ്മൻ ഞെട്ടി നിൽക്കുകയാണ്. അളിയൻ എന്താ ഉദ്ദേശിക്കുന്നത്? കടയിൽ നിന്ന് പൈസ മോഷ്ടിച്ചത് ഞാനാണെന്നാണോ അളിയൻ പറഞ്ഞു വരുന്നത് എന്ന് ചോദിക്കുക. അങ്ങനെയല്ല, നീ ഇന്ന് ഒരിക്കലുമില്ലാതെ ഇത്രയും തുകയ്ക്ക് വാച്ചൊക്കെ മേടിച്ചപ്പം ചെറിയൊരു സംശയം കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാ എന്ന് ബാലനപ്പം പറയാം. വേണ്ട അളിയ, എനിക്ക് മനസ്സിലായി. എൻ്റെ കയ്യിൽ എവിടെ നിന്നല്ലേ ഇത്രയും വലിയ തുക? അളിയന് അങ്ങനൊരു സംശയം വന്നതിൽ തെറ്റു പറയാൻ പറ്റില്ല എന്നും കരുതി ഞാൻ കടയിൽ നിന്ന് മോഷ്ടിക്കുമെന്ന് അളിയൻ ചിന്തിച്ച് കളഞ്ഞല്ലോ എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്കും ഗോമതി പറയും, ബാലേട്ടൻ എന്താ ഈ പറയുന്നത് എന്ന് ചോദിക്കുക. അല്ല ഗോമതി, പെട്ടെന്ന് ഇത്രയും തുകയുടെ വാച്ച് ഇവൻ്റെ കയ്യിൽ എവിടെ നിന്ന് വന്നു എന്നൊരു സംശയം ആർക്കാണെങ്കിലും ഉണ്ടാകില്ലേ? ദേവിയോട് ചോദിച്ചു നോക്ക്. ഇടയ്ക്ക് അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് ഇവൻ പെട്ടെന്നൊരു പോക്കായിരുന്നു, പിന്നെ കടയിലേക്കോട്ട് കയറി വന്നതുമില്ല. അപ്പം ദേവിയെ നമ്മുടെ ഗോമതി നോക്കുകയാണ് കേട്ടോ. ദേവിയാണെങ്കിൽ ഒന്നും മിണ്ടാത്ത തല കുനിച്ച് നിൽക്കുക. ബാലച്ചൻ പറയുന്നതെല്ലാം സത്യം എന്നുള്ള രീതിയിൽ. അത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ധർമ്മന് ഒരുപാട് സങ്കടം വരിക. എനിക്കൊരു അത്യാവശ്യം ഉള്ളതുകൊണ്ടാണ് പുറത്തേക്ക് പോയത്, അതിന് കടയിലെ കാശ് മോഷ്ടിച്ചുകൊണ്ട് ഞാൻ പോയതാണെന്ന് നിങ്ങളെല്ലാം കരുതുന്നുണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ദേവമംഗലത്തുള്ള എല്ലാവരും മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ. എല്ലാവരുടെയും ആ മൗനം ധർമ്മനെ ശരിക്കും ഒറ്റപ്പെടുത്തുകയാണ്. പെട്ടെന്ന് ധർമ്മനാണെങ്കിൽ റൂമിലേക്ക് കയറി പോവുക. അപ്പം സുകന്യ പറയും, എല്ലാവരും കൂടി എൻ്റെ ധർമ്മേട്ടനെ അപ്പം കള്ളനാക്കിയല്ലേ,
എനിക്ക് ധർമ്മേട്ടനൊരു വാച്ച് മേടിച്ച് തരാൻ പോലും 10 പൈസ ഇല്ലാത്തവനാണ് എൻ്റെ ധർമ്മേട്ടനെന്ന് അപ്പം ബാലേട്ടന് നന്നായിട്ടറിയാം. അതുകൊണ്ട് ആ പാവത്തെ കള്ളനുമാക്കിയല്ലേ. നാഴികയ്ക്ക് 40 വട്ടം അളിയൻ ചേച്ചി എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരു പാവ മനുഷ്യനാണ് എൻ്റെ ധർമ്മേട്ടൻ. എന്നിട്ട് ആ മനുഷ്യനെ തന്നെ നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ വേദനിപ്പിക്കാൻ തോന്നി എന്ന് ചോദിക്കാം. അപ്പം ഗോമതി പറയും, സുകന്യെ നീ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഒരിക്കലും എൻ്റെ ധർമ്മനെ കള്ളനാക്കാൻ കൂട്ടു നിൽക്കില്ല. എനിക്ക് അവനെ വിശ്വാസമാണ്. എൻ്റെ ധർമ്മനെ ഞാനാണ് വളർത്തിയത്. അവൻ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യത്തില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പം പെട്ടെന്ന് ആര്യന് പറയും, അതെ അച്ഛാ, മാമൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പാ എന്ന് പറയാണ് കേട്ടോ. അപ്പം ബാലനാണെങ്കിൽ താൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് ധർമ്മനാണെങ്കിൽ റൂമിലേക്ക് പോയി നിന്ന് കരയുക. തന്നെ ഇവരാരും വിശ്വസിച്ചില്ല. തനിക്ക് വേണ്ടി ഒരു വാക്കുപോലും ആരും പറഞ്ഞില്ലല്ലോ. ദേവിയുടെ മൗനവും നമ്മുടെ ധർമ്മനെ അത്രയേറെ വേദനിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സുകന്യ അകത്തേക്ക് കയറി ചെല്ലാണ്. ധർമ്മേട്ട, ഇപ്പം ധർമ്മേട്ടനും സമാധാനമായോ? ഞാൻ എത്ര തവണ പറഞ്ഞു നമുക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനവും ഇല്ലെന്ന്. ഇവരുടെയൊക്കെ മനസ്സിൽ നമ്മൾ വെറും വലിഞ്ഞു കയറി ഇവിടെ ജീവിക്കുന്നവരാ എന്ന് പറയാണ് കേട്ടോ. സുകന്യെ, നീ ഒന്നും മിണ്ടാതിരിക്കുക, എനിക്ക് അല്പം സമാധാനം തരാവോ എന്ന് ചോദിക്കാം. ധർമ്മേട്ടന് സമാധാനം ഇപ്പം തന്നെ കണ്ടില്ലേ. ധർമ്മേട്ടൻ്റെ ഒപ്പം ഞാനും കൂടിയാ ഈ വീട്ടിൽ എല്ലാവരുടെ മുന്നിൽ നാണം കെട്ട് നിന്നത്. എനിക്ക് ധർമ്മേട്ടൻ ഇന്ന് ഈ സമ്മാനം തന്നതിൻ്റെ സന്തോഷം മുഴുവനും പോയില്ലേ. എൻ്റെ ധർമ്മേട്ടനെ എല്ലാവരും കൂടി കള്ളനാക്കിയില്ലേ. നമുക്ക് ഒരു അർഹതയും തരാത്ത, ഒരു ബഹുമാനം തരാത്ത ഈ വീട്ടിൽ നമ്മൾ ഇനി എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത് എന്ന് ചോദിക്കുക. എന്നെക്കൊണ്ട് ഒരു നിമിഷം പോലും ഇനി ഈ വീട്ടിൽ ജീവിക്കാൻ സാധിക്കില്ല എന്ന് സുകന്യ പറയാൻ കേട്ടോ. അപ്പം ധർമ്മൻ ഒന്നും മിണ്ടാതെ നിൽക്കുക. പെട്ടെന്ന് തന്നെ ധർമ്മനും തൻ്റെ ബാഗ് എടുത്ത് തുണിയെല്ലാം അതിലേക്ക് വെക്കുക. ധർമ്മേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? നീ പറഞ്ഞത് ശരിയാ. ഒരു കള്ളനെ പോലെ ഇനിയും ഈ വീട്ടിൽ മറ്റുള്ളവരുടെ വെറുപ്പ് സമ്പാദിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇന്ന് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങാം എന്ന് പറയാം. അത് കേൾക്കുമ്പോൾ സുകന്യയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നുകയാണ് കേട്ടോ. സുകന്യയും ധർമ്മനോടൊപ്പം പെട്ടെന്ന് തന്നെ തൻ്റെ ബാഗും പാക്ക് ചെയ്ത് പിന്നാലെ ചെല്ലുകയാണ്. അപ്പം രണ്ടുപേരും ബാഗും എടുത്ത് കാണുന്ന ഗോമതി ഞെട്ടിത്തെറിച്ച് നിൽക്കുക. ഇതെന്താ നിങ്ങൾ ഈ ചെയ്യുന്നത്? ദേ ബാലട്ട നോക്കിക്കേ എന്ന് പറയാം. ധർമ്മനോട് അങ്ങനെ ഒന്ന് പറഞ്ഞെങ്കിൽ പോലും ധർമ്മൻ ഇത്ര കടുത്ത തീരുമാനമൊന്നും ഒരിക്കലും എടുക്കില്ല എന്നാണ് ബാലനും കരുതിയത്. താൻ എന്തൊക്കെ പറഞ്ഞാലും തൻ്റെ പിന്നാലെ വരുന്നവനാണ് ധർമ്മൻ. അത് അവൻ നമ്മളെ പറ്റിക്കുന്നതാ ഗോമതി. ഞാൻ അവനോടൊന്ന് ചോദിച്ചു പോയില്ലേ, അതിന് അവൻ ഇത്ര വലിയ തീരുമാനം എടുക്കോ? നമ്മളെ ഒന്ന് പേടിപ്പിക്കുന്നതാ. അവൻ നമ്മുടെ മൂത്ത മോനല്ലേ എന്ന് പറയാണ്. ലളിയ, ഇത് ഞാൻ ഒരുപാട് ചിന്തിച്ചിപ്പോൾ എടുത്ത തീരുമാനം തന്നെയാണ്. എന്തായാലും ഒരു കള്ളനായിട്ട് ഈ ദേവമംഗലത്ത് ഞാൻ ഇനി ജീവിക്കില്ല. ഒരു കള്ളൻ ജീവിക്കേണ്ട സ്ഥലവുമല്ല ദേവമംഗലം. എനിക്ക് ഈ കുടുംബത്തിൽ ഒരർഹതയും ഉണ്ടായിട്ടില്ലായിരുന്നു എന്ന് എനിക്കിന്ന് ബോധ്യപ്പെട്ടു എന്ന് പറയാൻ കേട്ടോ. അത് അന്നേരം പെട്ടെന്ന് ഗോമതി മുന്നിലേക്ക് കയറി നിൽക്കുക. മോനെ ധർമ്മ, നീ എന്താടാ ഈ പറയുന്നത്? ചേച്ചി നിന്നെ തള്ളി പറഞ്ഞിട്ടില്ല. ഈ ചേച്ചിയുടെ മനസ്സിൽ എൻ്റെ മോൻ കഴിഞ്ഞിട്ടേ ആർക്ക് സ്ഥാനമുള്ളൂ എന്ന് നിനക്കറിയത്തില്ലേടാ എന്ന് ചോദിക്കുക. വേണ്ട ചേച്ചി, എനിക്കെല്ലാം മനസ്സിലായി. ഒരു കള്ളൻ എന്ന പേരും ഏറ്റുകൊണ്ട് ഈ വീട്ടിൽ ജീവിക്കേണ്ട അവസ്ഥ എനിക്കുണ്ടോ എന്ന് ചേച്ചി തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. അളിയന് എന്നെ സംശയമുണ്ട്. ഇത്രയും വലിയ തുക ഞാൻ തന്നെ അടിച്ചു മാറ്റിയതാണെന്ന് അളിയൻ കരുതുന്നുമുണ്ട്. അതുകൊണ്ടല്ലേ എന്നോട് അങ്ങനെ ഒരു കാര്യം ചോദിച്ചത്. എന്തായാലും അളിയൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു കരട് കിടക്കുമ്പം ഞാൻ ഈ വീട്ടിൽ ജീവിക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല ചേച്ചി. മറ്റുള്ളവരുടെ മുന്നിൽ അഭിനയിച്ച് നിൽക്കാനൊന്നും എനിക്കറിയില്ല. ഞാൻ ഇറങ്ങുക എന്നും പറഞ്ഞ് അവിടെ നിന്ന് പോവാം. അത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ദേവി മുന്നിലോട്ട് വരിക. മാമ പോകല്ലേ മാമ എന്ന് പറയാണ്. അപ്പം ദേവിയെ അവഗണിച്ചുകൊണ്ട് തന്നെ പോവാ. എല്ലാവരും നമ്മുടെ ധർമ്മനെ നിർബന്ധിക്കുന്നുണ്ട് കേട്ടോ. ആനന്ദും ആര്യനും കൂടി ഓടിച്ചെല്ല. മാമ ഇതെന്താ? അച്ഛൻ്റെ സ്വഭാവം അറിയാവുന്നതല്ലേ, ഞങ്ങളോടും എന്തൊക്കെ പറയുന്നതാ. അച്ഛൻ ആ പൈസ പോയ ദേഷ്യത്തിൽ ഒരു സംശയം പറഞ്ഞതേ ഉള്ളൂ. അതൊക്കെ മനസ്സിൽ വിട്ടുകൊണ്ട് മാമൻ ഇങ്ങനെ ഇറങ്ങല്ലേ എന്ന് പറയാം. അതും ഈ രാത്രിയിൽ എന്തുണ്ടെങ്കിലും നമുക്ക് സംസാരിച്ച് തീർക്കാലോ. വേണ്ടടാ, ഇന്ന് എനിക്ക് ബോധ്യപ്പെട്ടു അളിയൻ എന്നെ എങ്ങനെയാണ് കണ്ടിരുന്നതെന്ന്. ഞാൻ ഗോമതി സ്റ്റോർ എന്ത് സ്വന്തം കടയായിട്ടേ കണ്ടുള്ളൂ. സ്വന്തം കടയിൽ നിന്ന് ആരെങ്കിലും എന്തേലും മോഷ്ടിക്കോടാ എന്ന് ചോദിക്കാം. അളിയൻ തരാതെ ഇന്നേ വരെ ഒരു രൂപ പോലും ഞാൻ ആ കടയിൽ നിന്ന് എടുത്തില്ല. ഇന്നും ഇന്നലെയാണോ അളിയൻ എന്നെ കാണാൻ തുടങ്ങിയത്? വർഷങ്ങൾ എത്രയായടാ എന്ന് ചോദിക്കാം. ചെറിയ പ്രായം തൊട്ട് അളിയനും ചേച്ചിക്കും ഒപ്പമല്ലേ ഞാൻ ജീവിക്കുന്നത്. എന്നിട്ട് പോലും എന്നെ മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചില്ലെങ്കിൽ പിന്നെ ഞാനിവിടെ ജീവിക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല. ഞാൻ പോകുക എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാണ് കേട്ടോ. ആകെ തകർന്ന് എല്ലാവരും നിൽക്കുക. ഇങ്ങനെ ഒരു ഇറങ്ങിപ്പോക്കൽ ഉണ്ടാകുമെന്ന് ബാലൻ ഒരിക്കലും കരുതിയില്ല. തലയ്ക്ക് കൈയും കൊടുത്ത് ബാലൻ അവിടെ നിൽക്കുകയാണ് കേട്ടോ. അപ്പം പെട്ടെന്ന് ആകാശ് പറയും, അല്ലെങ്കിലും ഇവിടെ പലർക്കും മറ്റുള്ളവരുടെ മനസ്സ് കാണാൻ സാധിക്കില്ല. മറ്റുള്ളവരെ എങ്ങനെയൊക്കെ വേദനിപ്പിക്കാം എന്ന് കരുതിയാണല്ലോ ജീവിക്കുന്നത് തന്നെ എന്ന് ബാലനെ ഉദ്ദേശിച്ച് ആകാശ് പറയാം. അത് കേൾക്കുന്ന ഗോമതി പറയും, എടാ നീ ഒന്നും മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ തന്നെ തല പുകഞ്ഞ ഇവിടെ നിൽക്കുന്നത്. എൻ്റെ ധർമ്മൻ അവനെ വീട് വിട്ടിറങ്ങി. എൻ്റെ ഈശ്വര, എൻ്റെ കുഞ്ഞ് എത്രമാത്രം മനസ്സ് വേദനിപ്പിച്ചിട്ടായിരിക്കും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എന്ന് പറയാം.
അതേസമയം ദേവിയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഗോമതി ദേവിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. നിന്നെ ആ കടയിലേക്ക് വിട്ടു കഴിഞ്ഞപ്പം ബാലേട്ടനൊരു താങ്ങാകും, ഈ കുടുംബത്തിനൊരു താങ്ങാകുമെന്നാണ് ഞാൻ കരുതിയത്. നീ എൻ്റെ കുടുംബം തന്നെ തകർക്കുന്നതിനൊരു കാരണക്കാരിയായി മാറിയല്ലോ ദേവി എന്ന് പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും ബാലൻ ചോദിക്കും, നീ എന്തിനാ ദേവി മോളെ വഴക്ക് പറയുന്നത്? എനിക്കിപ്പം എല്ലാവരെയും വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട് ബാലേട്ട എന്ന് ഗോമതി അപ്പം പറയാൻ കേട്ടോ. പെട്ടെന്നാണെങ്കിലും നമ്മുടെ ആനന്ദ് ദേവിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ദേവിയെ വലിച്ചുകൊണ്ട് റൂമിലേക്ക് പോവുക. ഇപ്പം നിനക്ക് സമാധാനമായോടി? നീ ആഗ്രഹിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. എങ്ങനെയെങ്കിലും നിനക്ക് ഈ വീട്ടിൽ പിടിച്ചു നിൽക്കണം. അതിനുവേണ്ടി ഓരോരോ പ്രശ്നങ്ങൾ ഈ കുടുംബത്തിൽ മനഃപൂർവ്വം ഉണ്ടാക്കാനല്ലേ നീ നോക്കുന്നത്? ഇപ്പം തന്നെ എൻ്റെ മാമനെ കള്ളനാക്കിയത് നീ തന്നെ ആയിരിക്കും എന്ന് പറയാണ്. എന്താ ആനന്ദേട്ട ഈ പറയുന്നത്? ഈ കുടുംബത്തിന് ദോഷം വരുന്ന എന്തെങ്കിലും ഞാൻ ചെയ്യുമെന്ന് ആനന്ദേട്ടൻ കരുതുന്നുണ്ടോ? ഇത് ഇങ്ങനെയൊക്കെയായി തീരുമെന്ന് ഞാൻ കരുതിയില്ല. സത്യമായിട്ടും ബാലച്ചൻ ധർമ്മമാമനോട് അങ്ങനെ ചോദിക്കുമെന്നും ഞാൻ കരുതിയില്ല എന്ന് പറയാം. ഓ, നീ ഒന്നും അറിയാത്തൊരു ഇള്ള കുഞ്ഞാണല്ലോ. മറ്റുള്ളവരെ എങ്ങനെ വേദനിപ്പിക്കണമെന്ന് നീയും നിന്റെ അച്ഛനും കച്ച കെട്ടി ഇറങ്ങിയിരിക്കുവാണെന്നേ വ്യക്തമായിട്ട് എനിക്കറിയാം. സത്യം പറയടി, നീ മോഷ്ടിച്ചതല്ലേ ആ പൈസ? ദേ ആനന്ദേട്ടാ, ഈ കുടുംബം എനിക്ക് എൻ്റെ സ്വന്തം കുടുംബമോ. ഇങ്ങനൊരു കാര്യം ഞാൻ ചെയ്യുമെന്ന് ആനന്ദേട്ടൻ കരുതുന്നുണ്ടോ? നീ ഇതല്ല ഇതിനപ്പുറം ചെയ്യും എന്ന് പറയാം. എൻ്റെ പാവ മാമൻ, ആ മനുഷ്യൻ എത്രമാത്രം മനസ്സ് വേദനിപ്പിച്ച ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതെന്ന് നിനക്കറിയാവോ? ഈ ശാപമൊക്കെ നീ എവിടെ കൊണ്ട് തീർക്കുവടി എന്ന് ചോദിക്കാം. അത് കേൾക്കുമ്പോഴത്തേക്കും ദേവി അവിടെ നിന്ന് കരയുവാണ് കേട്ടോ. ഇതേ സമയം ദേവിയുടെ ഈ കടയിലേക്കുള്ള പോക്ക് പൂർണ്ണമായിട്ട് നിർത്തണമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ആനന്ദ് ഉദയഭാനുവിനെ ഫോൺ വിളിക്കുക. എന്താ മോനെ, മോൻ എന്തിനാ എന്നെ എപ്പോഴും വിളിക്കുന്നത്? ഞാൻ ദേവിമോളെ പറഞ്ഞ് മനസ്സിലാക്കാവുന്നതിനപ്പുറം പറഞ്ഞു, പക്ഷേ അവൾ എന്നെ കേൾക്കുന്നില്ല. ഞാനാണെ കോമഡി സ്റ്റോറി പോയി പറയുകയും ചെയ്തു എന്ന് പറയാം. താൻ ഗോമതി സ്റ്റോർ ഇന്ന് ചെന്നിരുന്നോ എന്ന് അപ്പോൾ ചോദിക്കും. അതെ, ഞാനിന്ന് ദേവിമോളെ കാണാൻ ചെന്നിരുന്നു. അവളോട് കടയിലേക്ക് ഇനി പോകരുതെന്ന് നിർബന്ധിച്ച് പറയുകയും ചെയ്തു. പക്ഷെ അവൾ അതൊന്നും കേൾക്കുന്നില്ല. അല്ല, അവളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഇപ്പം കടയിലെ അവസ്ഥയൊക്കെ ആകെ മോശമല്ലേ. ബാലൻ ഒരു താങ്ങും തണലുമായിട്ട് നിൽക്കുന്നത് ദേവിമോളല്ലേ. അതുമാത്രമല്ല, ആ കുഞ്ഞിൻ്റെ ഓർമ്മകളിൽ നിന്നും അവൾക്കൊരു രക്ഷപ്പെടൽ കൂടിയാ അത് എന്ന് പറയാം. ഓ, താനപ്പം കടയിൽ ചെന്നിരുന്നു. അപ്പം കള്ളം കപ്പലിൽ തന്നെ ഉണ്ട്. സ്വന്തം അച്ഛൻ്റെ കള്ളത്തരം മറച്ചു പിടിച്ചുകൊണ്ടാണല്ലേ അപ്പോൾ അവൾ എൻ്റെ മാമനെ കള്ളനാക്കാൻ കൂട്ടുനിന്നത് എന്ന് നമ്മുടെ ആനന്ദ് മനസ്സിൽ പറയാൻ കേട്ടോ. അപ്പോൾ ദേവി പെട്ടെന്ന് ആനന്ദിൻ്റെ അടുത്തേക്ക് വരിക. അപ്പോൾ ദേവിയെ അടിമുടി ഒന്ന് നോക്കുക. ഞാൻ വിചാരിച്ച പോലൊന്നും അല്ലല്ലോടി നീ അതിലും ക്രൂരയാണെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയാം. നിൻ്റെ ഫ്രോഡ് തന്ത ആ ഉദയഭാനു ഇന്ന് കടയിൽ വന്നിട്ടുണ്ടായിരുന്നല്ലേ, എന്നിട്ടാണോടി നീ ഒന്നും അറിയാത്ത പോലെ എൻ്റെ മാമനെ കള്ളനാക്കാൻ കൂട്ടുനിന്നത് എന്ന് ചോദിക്കുക. എന്താ ആനന്ദേട്ട ഈ പറയുന്നത്? നിൻ്റെ തന്ത ആ കടയിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അയാൾ തന്നെ ആയിരിക്കൂടി ആ കാശ് മുഴുവനും അടിച്ചു മാറ്റിയത്. അയാൾക്കാണോ പൈസ മോഷ്ടിക്കാൻ പാട് എന്ന് ചോദിക്കുക. ഇല്ല ആനന്ദേട്ട, അച്ഛൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് ദേവി അപ്പം പറയുക. ഓ, നിൻ്റെ അച്ഛൻ പിന്നെ പുണ്യാളനാണല്ലോ, പുണ്യപ്രവൃത്തി മാത്രമാണല്ലോ ചെയ്യൂലൂ. നിൻ്റെ അച്ഛൻ ഇതല്ല ഇതിനപ്പുറവും ചെയ്യുന്നേ എനിക്ക് വ്യക്തമായിട്ടറിയാം. ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിലേ ഇക്കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാവരെയും അറിയിച്ചിരുന്നേനെ എന്ന് പറയാം. ഇല്ല ആനന്ദേട്ട, അച്ഛൻ ഇതിനു മുന്നേയും വന്നിട്ടുണ്ട്. അച്ഛൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് ദേവി തർക്കിക്കുവാണ് കേട്ടോ. എങ്കിലും ദേവിയുടെ മനസ്സിൽ അച്ഛനാകുമോ പൈസ എടുത്തു മാറ്റിയത് എന്നൊരു ചിന്ത വരിക. കഴിഞ്ഞ ദിവസവും 2000 രൂപയുടെ കുറവ് വന്നിരുന്നു. അന്നും അച്ഛൻ കടയിൽ വന്നിരുന്നു. ഇന്നും ഇങ്ങനെ തന്നെ. എനിക്ക് ദ്രോഹം വരുന്ന രീതിയിൽ അച്ഛൻ പ്രവർത്തിക്കുമോ എന്നൊരു ചിന്ത വീണ്ടും ദേവിയുടെ മനസ്സിലേക്ക് വരിക. നിന്നെയും നിൻ്റെ അച്ഛനെയും ഇങ്ങനെ ജീവിക്കാൻ അനുവദിക്കാൻ എനിക്ക് സാധിക്കില്ല. ഈ കുടുംബത്തിൽ പലരുടെയും ജീവിതം നിങ്ങൾ തകർക്കും. ഇപ്പോൾ ഈ കുടുംബം രണ്ടാക്കി നീ മാറ്റി. ഇനി അടുത്തത് ആരുടെ ജീവൻ എടുക്കാനാണ് നീ ആലോചിക്കുന്നത് എന്ന് ദേവിയോട് ചോദിക്കുക. എന്നിട്ട് ആനന്ദ് അങ്ങോട്ട് പോവുക. ആനന്ദിനും ഒരെത്തും പിടിയും കിട്ടുന്നില്ല. താനിപ്പം ദേവിയെ പറ്റിയുള്ള സത്യങ്ങൾ എല്ലാവരെയും അറിയിച്ചു കഴിഞ്ഞാൽ അതവർക്ക് എങ്ങനെ ഉൾക്കൊള്ളാനാകും? അമ്മയും അച്ഛനും ഇപ്പം മാമൻ്റെ ഈ പോക്കോട് കൂടി ആകെ തകർന്നു നിൽക്കുക. എന്താ ചെയ്യണ്ടേ എന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല കേട്ടോ. പറയണോ വേണ്ടയോ എന്ന് രണ്ടു മനസ്സോടെ ആനന്ദ് നിൽക്കുക. താൻ എങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആക്കും എന്ന് ആനന്ദിന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഇതേസമയം കൃഷ്ണമംഗലത്തേക്ക് പാതിരാത്രി കയറി വരുന്ന സുകന്യയും ധർമ്മനെയും കാണുമ്പോൾ എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. അപ്പം ഇന്ദ്രാമ ചോദിക്കും, മോനെ ധർമ്മ, നീ എന്താ ഈ രാത്രി ഭാഗമൊക്കെ ആയിട്ട് എന്ന് ചോദിക്കുക. അത് കേൾക്കുന്ന അച്യുതൻ ചോദിക്കും, അതെന്ത് ചോദ്യം അമ്മേ, അവൻ്റെ വീട്ടിലേക്കൊന്ന് കയറി വരാൻ സമയവും കാലവും നോക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുക. അപ്പം സുകന്യയോട് രാജശ്രീ വന്ന് ചോദിക്കും, എന്താ സുകന്യ പ്രശ്നം? നിങ്ങൾ രണ്ടുപേരും ഈ പാതിരാത്രിക്ക്
ഭാഗമായിട്ട് വരണമെങ്കിൽ എന്തോ കാര്യമായി തന്നെ നടന്നിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുക. അത് പിന്നെ ചേച്ചി ഇനി എന്താ സംഭവിക്കാത്തതെന്ന് ചോദിക്കുക. ധർമ്മേട്ടനെ അവസാനം ബാലേട്ടൻ കള്ളനുമാക്കി എന്ന് പറയാം. കള്ളനാക്കുകയോ എന്തൊക്കെയാ ഈ പറയുന്നതെന്ന് ഇന്ദിരാമ്മ അപ്പം ചോദിക്കുകയാണ്. അത് പിന്നെ ഇന്ന് കടയിൽ നിന്ന് കുറേ പൈസ കാണാതെ പോയിട്ടുണ്ടത്രേ. ധർമ്മേട്ടൻ എനിക്ക് വില കൂടിയൊരു വാച്ച് മേടിച്ചു തന്നു. അപ്പം അവരെല്ലാവരും കൂടി ഉറപ്പിച്ചു ധർമ്മേട്ടൻ കടയിൽ നിന്നും പൈസ മോഷ്ടിച്ചാണ് ആ വാച്ച് മേടിച്ചതെന്ന്. എന്നിട്ട് ധർമ്മേട്ടനെ എല്ലാവരും കൂടി കള്ളനുമാക്കി. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ധർമ്മേട്ടൻ ആ ഗോമതി സ്റ്റോറിന് വേണ്ടി എന്തുമാത്രം കിടന്ന് അടിമ പണി ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് അല്പം പൈസ ധർമ്മേട്ടൻ എടുത്തെങ്കിൽ തന്നെ ഇങ്ങനെ ഒരു കള്ളനെ പോലെ ചോദ്യം ചെയ്യേണ്ട എന്താ കാര്യം അവർക്കുള്ളത്? ധർമ്മേട്ടൻ അത് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാ എന്ന് പറയാം. അപ്പം ഇന്ദിരമ്മൻ പറയും, എൻ്റെ മോൻ ഒരിക്കലും ആരുടെയും 10 പൈസ പോലും എടുക്കത്തില്ല. അങ്ങനെ കാശും പണവും ആഗ്രഹിച്ച് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ അവൻ എന്തിനാ ആ ദേവമംഗലത്ത് കിടന്ന് കഷ്ടപ്പെടുന്നത് എന്ന് ആനന്ദൻ അപ്പം പറയണം. അവന് ജീവിക്കാനുള്ളതെല്ലാം ഇവിടെയുണ്ട്, ഇതവൻ്റെ വീടുവാ. അത് മറന്നിട്ട് ആ ദേവമംഗലത്ത് ആ പലചരക്ക് കടയിൽ കിടന്ന് ആ പൊടിയും അടിച്ച് കിടന്ന് പണിയെടുക്കേണ്ട എന്താവശ്യം ഇവനുള്ളത്? ബാലനെ പറ്റി ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല കരുതിയിരുന്നത്. ധർമ്മനോട് അവനുള്ള സ്നേഹം ശരിക്കും ആത്മാർത്ഥമാണെന്നാണ് കരുതിയേ. പക്ഷേ അങ്ങനെയല്ലെന്ന് ഇന്ന് ബാലൻ തന്നെ തെളിയിച്ചു എന്ന് പറയാം. അപ്പം അച്യുതൻ പറയും, എൻ്റെ ഏട്ടാ എല്ലാം അയാളുടെ അടവുകളല്ലേ, ഇവനെ കൂടെ നിർത്തി കിടന്ന് പണിയെടുപ്പിക്കണം. അതിനുവേണ്ടി ഇവനോട് സ്നേഹം കാണിച്ചു. ഇപ്പം അവരുടെ കുടുംബത്തൊരു ആവശ്യം വന്നപ്പം മക്കളെ പോലെ സംശയിക്കാതെ ഇവൻ്റെ തലയിൽ ആ കുറ്റമെടുത്ത് വെച്ചില്ലേ? അതാ പറയുന്നത്, ഇവനാ ബാലന് വെറും ഒരു പണിക്കാരനായിരുന്നു. കുഞ്ഞിലെ തൊട്ട് ആ കുടുംബത്തിന് വേണ്ടി ഇവൻ കിടന്ന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടില്ലേ എന്ന് പറയാം. അപ്പം അളീനെയും ചേച്ചിയെ പറ്റി അങ്ങനെയൊക്കെ പറയുന്ന കേൾക്കുന്ന ധർമ്മന് ശരിക്കും സങ്കടം വരും കേട്ടോ. അളീനും ചേച്ചിയും സ്വന്തം മോനെ പോലെ തന്നെയാണ് എന്നെ വളർത്തിയത് എന്ന് പറയാം. എടാ മണ്ട, ഇപ്പോഴെങ്കിലും നിന്റെ തലയെ കുറച്ച് വിവരം വെക്ക്. ഇനിയും അളിയ ചേച്ചി എന്നും പറഞ്ഞ് അവരുടെ പിന്നാലെ പോകാതെ ഇവിടുത്തെ കാര്യം നോക്കി നീ ഞങ്ങളുടെ കൂടെ കൂടുക എന്ന് ധർമ്മനോട് അച്യുതൻ പറയാൻ കേട്ടോ. അപ്പോൾ ധർമ്മൻ റൂമിലേക്ക് കയറി പോവാം. അപ്പോൾ ഇതെല്ലാം കണ്ടും കേട്ടും നിൽക്കുന്ന നമ്മുടെ അനുശ്രീക്ക് ഒരുപാട് സങ്കടം വരിക. അപ്പം അലോക് അനുവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയും, നിന്റെ അച്ഛനും ആങ്ങളമാരും താനീ സ്വഭാവം എൻ്റെ ചെറിയച്ഛനോട് കാണിച്ചു. ശരിക്കുവേ നിന്റെ അച്ഛൻ എന്ന് പറയുന്ന ആ ഫ്രോഡേ എല്ലാവരുടെ മുന്നിൽ നല്ലവനായിട്ട് അഭിനയിച്ച് നടക്കുന്നതാ. അയാളുടെ ശരിക്കുള്ള മനസ്സിലിരിപ്പ് എന്താണെന്ന് ബോധ്യപ്പെട്ടില്ലേ എന്ന് ചോദിക്കാം. അപ്പം അനുവാണെങ്കിൽ അലോകിനെ തുറച്ചു നോക്കുകയാണ് കേട്ടോ. അനുവിൻ്റെ ആ നോട്ടം കാണുന്ന അലവ് പതിയെ ഒരു പൊടിക്ക് അടങ്ങുക. കാരണം അവൾ നല്ലത് തരുമെന്ന് അലോകിന് ഇപ്പം നന്നായിട്ട് അറിയാം. പെട്ടെന്ന് ധർമ്മൻ്റെ പിന്നാലെ അനുശ്രീ കയറി ചെല്ലുക. എന്താ മാമ ഉണ്ടായത് എന്ന് ചോദിക്കാം. എനിക്ക് കുറച്ച് സമയം തനിച്ചിരിക്കണം എന്ന്. അപ്പം ധർമ്മം പറയാണ്, മാമ എന്താ ഉണ്ടായത്, എന്താ സംഭവിച്ചത്? ഒരിക്കലും എൻ്റെ അച്ഛനും അമ്മയും മാമനെ വേർതിരിച്ച് കണ്ടിട്ടില്ല, അതെനിക്ക് ഉറപ്പാ. അവരുടെ മനസ്സിൽ മൂത്ത മകൻ്റെ സ്ഥാനം തന്നെയാ. ഇതെന്തോ തെറ്റിദ്ധാരണയാ എന്ന് പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും അനു പറയും, നിനക്ക് നിൻ്റെ അച്ഛനെയും അമ്മയും നന്നായിട്ട് അറിയാലോ, പിന്നെ എന്തുകൊണ്ടാ നീ നിൻ്റെ ഇഷ്ടം നോക്കി ഇങ്ങോട്ട് അലോകിൻ്റെ കൈയും പിടിച്ച് കയറി പോകുന്നത്? അത്രയേറെ നിന്നെ സ്നേഹിക്കുന്ന ചേച്ചിയെയും അളിയനെയും വേദനിപ്പിച്ചുകൊണ്ട് നീ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തത് എന്ന് ചോദിക്കാം. അത് കേൾക്കുമ്പോഴത്തേക്കും അനുശ്രീ തല കുനിച്ച് നിൽക്കുകയാണ്. എനിക്ക് ഒന്ന് തനിച്ചിരിക്കണം എന്ന് വീണ്ടും പറയാം. തന്നെ ഒഴിവാക്കാൻ വേണ്ടിയാണ് മാമൻ അങ്ങനെ പറയുന്നതെന്ന് മനസ്സിലായ അനു അവിടുന്ന് ഇറങ്ങിപ്പോവാണ് കേട്ടോ. ഇതേ സമയം സുഗിനെ അങ്ങോട്ട് കയറി വരിക. ഇപ്പോഴാ സമാധാനമായത്. ദേ ഇവിടെ AC ഉണ്ട്. ധർമ്മേട്ടൻ ഇപ്പം മനസ്സിലായല്ലോ ഗോമതി ചേച്ചിയുടെയും ബാലേട്ടൻ്റെയും ഒക്കെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന്. അവരുടെ മനസ്സിലെ ഒരു സ്ഥാനം ഉണ്ടായിരുന്നില്ല ധർമ്മേട്ടന്. ഇപ്പം ഒരു കള്ളനാക്കി. ഇപ്പം നമ്മൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത് എന്തുകൊണ്ട് നന്നായി. ഇനിയും അവിടെ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതൊക്കെ നമ്മുടെ തലയിലാകുമായിരുന്നു എന്ന് പറയാം. അപ്പം സുകന്യയുടെ ഈ സംസാരമൊന്നും ഇഷ്ടപ്പെടാതെ തലയ്ക്ക് കൈയും കൊടുത്ത് അവിടെ ഇരിക്കുകയാണ് കേട്ടോ നമ്മുടെ ധർമ്മൻ. ഇതേ സമയം ബാലനും താൻ എന്തോ വലിയ തെറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ റൂമിലിരിക്കുക. ഗോമതിക്കാം വളരെ സങ്കടമാണ്. ഗോമതി ഇരുന്ന് കരയാം. എൻ്റെ പാവം ധർമ്മൻ, ഞാൻ ബാലേട്ടൻ്റെ കൈ പിടിച്ച് ഇറങ്ങിപ്പോന്നപ്പം എന്നെ പിരിയാനുള്ള വിഷമം കൊണ്ടാണ് അവനും കൂടെ വന്നത്. കൃഷ്ണമംഗലത്തെ സർവ്വ സൗഭാഗ്യങ്ങളും ഒഴിവാക്കിയിട്ടാണ് അവൻ എൻ്റെ കൂടെ വന്നേ. ഇന്ന് അവൻ എന്തുമാത്രം വേദനിച്ചു കാണും. എല്ലാവരും കൂടി എൻ്റെ കുഞ്ഞിനെ ഒരു കള്ളനാക്കി മാറ്റിയില്ലേ എന്ന് പറയാം. ഗോമതി ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നെന്ന് കരുതിയല്ല ഞാൻ പറഞ്ഞത്. അവൻ പെട്ടെന്ന് ഇത്രയും വില കൂടിയ വാച്ച് മേടിച്ചുകൊണ്ട് വന്നപ്പം ഇവൻ്റെ കയ്യിൽ എത്രയും പണം എവിടെ നിന്നാണെന്ന് ഞാൻ ചോദിച്ചു പോയി. അവനെ കള്ളനാക്കണമെന്നൊന്നും ഞാൻ കരുതിയിട്ടില്ല. അല്ലെങ്കിൽ തന്നെ അവൻ ആ കടയിൽ നിന്ന് കാശും എടുത്താൽ ഞാൻ എന്തു പറയാനാ? അത് അവൻ്റെ കൂടെ കടയല്ലേ എന്ന് പറയാം. ഒന്നും പറയണ്ട ബാലേട്ട, എൻ്റെ കുഞ്ഞ് മനസ്സ് വേദനിച്ച കൃഷ്ണമംഗലത്തേക്ക് പോയിരിക്കുന്നത്. ഈ ദേവമംഗലം മുഴുവനും നശിക്കട്ടെ, അതാണല്ലോ എല്ലാവർക്കും വേണ്ടത്. ഓരോരുത്തരായിട്ട് ഇറങ്ങിപ്പോട്ടെ എന്ന് പറഞ്ഞ് ഗോമതി അവിടെ നിന്ന് കരയാ. ഗോമതിയെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അറിയാതെ ബാലനും അവിടെ നിൽക്കുകയാണ് കേട്ടോ. തൻ്റെ കുടുംബം ഇഞ്ചിഞ്ചായിട്ട് ഇല്ലാതാകുന്നത് ബാലനെ ഒരുപാട് തകർക്കുന്നുണ്ട്.
ഇതേസമയം നമ്മുടെ ദേവി പെട്ടെന്ന് തന്നെ ഉദയഭാനുവിനെ ഫോൺ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അച്ഛൻ ഇന്ന് കടയിൽ നിന്ന് കാശ് എടുത്തിരുന്നോ എന്ന് നേരിട്ട് ചോദിക്കാം. കാശോ? ഞാനോ? നീ എന്താ മോളെ ഈ പറയുന്നത് എന്ന് അപ്പോൾ ഉദയഭാനു ചോദിക്കും. സത്യം പറ, അച്ഛനല്ലേ ആ പൈസ അടിച്ചു മാറ്റിയത്? എന്നെ കാണാനാ എന്ന വ്യാജന വന്ന് നൈസായിട്ട് പൈസ അടിച്ചിട്ട് പോയാ ആരും അറിയില്ലെന്ന് കരുതിയോ എന്ന് ചോദിക്കാം. ഇല്ല മോളെ, നിനക്ക് ദോഷം വരുന്നൊരു രീതി ഞാൻ എന്തെങ്കിലും ചെയ്യുമോ എന്ന് ചോദിക്കാം. അച്ഛൻ ചെയ്യും. എനിക്ക് ദോഷം വരുന്ന ഒരു കാര്യവും അച്ഛൻ ചെയ്യില്ലെന്ന ഞാൻ ഈ നിമിഷം വരെ വിചാരിച്ചിരുന്നത്. പക്ഷേ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി, സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി എന്നെ കൊലയ്ക്ക് കൊടുക്കാനും അച്ഛന് ഒരു മടിയില്ലെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അച്ഛൻ്റെ സകല കള്ളത്തരങ്ങളും ആനന്ദേട്ടന് മനസ്സിലായിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയാണ് നടന്നതെന്ന് അച്ഛൻ അറിയാവോ? അച്ഛൻ ഒറ്റ ഒരാളുടെ പ്രവൃത്തി കാരണം ധർമ്മമാമൻ ഈ വീട് വിട്ടിറങ്ങി. ഇതിനൊക്കെ കാരണം ആരാ? ഇതിനൊക്കെ കാരണക്കാരി ഞാനുമായി തീർന്നല്ലോ എന്ന് എനിക്ക് അച്ഛൻ ഇനിയെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യരുത്, മര്യാദയ്ക്ക് ആ പൈസ എന്നെ ഏൽപ്പിച്ചിരിക്കണം എന്ന് പറയാം. അയ്യോ മോളെ, അതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് ചിലവായി പോയി എന്ന് പറയണം. എന്ത് ചെയ്യണമെന്നറിയാതെ ദേവി ഫോൺ കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.